ഒരു പാട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, നിന്റെ രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ നിൻ കൈകളാൽ. അതെ, ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനൊരു കൺസേൺ ഉണ്ട്. നമ്മൾ പലപ്പോഴും കരുതും, ദൈവം എന്നെ മറന്നു, അല്ലെങ്കിൽ ദൈവം എന്നെ കൈവിട്ടു എന്ന് നമ്മൾക്ക് പലപ്പോഴും തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അതെ, യഹോവയുടെ ദൃഷ്ടി എപ്പോഴും തൻ്റെ ഭക്തന്മാരുടെ മേൽ തന്നെയുണ്ട്. അവരുടെ പോക്കിലും വരവിലും നടപ്പിലും അവരുടെ ഇരിപ്പിലും അവരെന്തു ചെയ്യുമ്പോഴുമെല്ലാം യഹോവയുടെ ദൃഷ്ടി അവരുടെ മേൽ തന്നെയുണ്ട്. അത് എന്തിനു വേണ്ടി തന്നെയാണ്? ചുമ്മാ നോക്കിയിരിക്കുവാൻ വേണ്ടിയിട്ടല്ല. എന്തിനാണ്? അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ. എന്ന് വെച്ചാൽ നമ്മൾക്കൊരു നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ, അതിലുമെല്ലാം അപ്പുറം ഒരു നിത്യജീവന് വേണ്ടി നമ്മളുടെ പ്രാണൻ നഷ്ടമാകാതെ കാത്തു സൂക്ഷിക്കുവാൻ, അതിന് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടുന്നതെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുവാൻ, അതിനു വേണ്ടുന്ന നേർവഴികളൊക്കെ നമ്മൾക്ക് കാണിച്ചു തരുവാൻ യഹോവയുടെ ദൃഷ്ടി നമ്മളുടെ മേലുണ്ട്. നമ്മൾ നടക്കുന്ന വഴി പോകുമ്പോൾ അത് തെറ്റിയെങ്കിൽ അത് ഇതിലെയല്ല വഴി, ഇതാകുന്നു വഴിയെന്ന് കാണിച്ചു തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഒപ്പം തന്നെ ദൈവം നമ്മളോട് പറയുന്ന മറ്റൊരു വാക്കാണ് ക്ഷാമം വരുമ്പോൾ നമ്മളുടെ ജീവനെ രക്ഷിപ്പാൻ. എന്ന് വെച്ചാൽ ക്ഷാമം നമ്മൾക്കറിയാം, പലപ്പോഴും പല വിധത്തിലുള്ള ക്ഷാമങ്ങളെ നമ്മൾ നേരിടും. നമ്മളുടെ ജീവിതത്തിൽ സമാധാനത്തിനുള്ള ക്ഷാമമായിരിക്കാം, ഒരുപക്ഷെ ഭക്ഷണത്തിനുള്ള ക്ഷാമമായിരിക്കാം, സാമ്പത്തിക ക്ഷാമമായിരിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള ക്ഷാമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം വിടുവിപ്പാൻ, ആ സമയത്ത് നമ്മളുടെ എൻഡിങ് അല്ല, എന്നാൽ അവിടെ നിന്നൊക്കെ നമ്മൾക്ക് ജീവൻ തന്ന് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവമാണ് യഹോവയാം ദൈവം, ഇസ്രയേലിൻ്റെ പരിശുദ്ധനായ ദൈവമെന്ന് നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. അതെ, അതുതന്നെയാണ് വചനത്തിൽ പറയുന്നത്. ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അവൻ മയങ്ങിയിരിക്കുന്ന ദൈവമല്ല, അവൻ ഉറങ്ങിയിരിക്കുന്ന ദൈവമല്ല, അവൻ എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം, നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം കരുതുന്ന ദൈവം. നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? നമ്മൾ ആ യഹോവയിലേക്ക് നോക്കിയാൽ മതി. ആ യഹോവയാം ദൈവത്തിൽ നമ്മൾ ഭക്തിയുള്ളവരായിരുന്നാൽ മാത്രം മതി. ആ ദൈവം നമ്മളെ പരിപാലിക്കും, നമ്മളെ വഴി നടത്തും, നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരും, നമ്മളുടെ രോഗാവസ്ഥകളിൽ നമ്മളെ വിടുവിക്കും, നമ്മളുടെ ക്ഷാമങ്ങളിൽ നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരും. ആഹാരമാണ് വേണ്ടതെങ്കിൽ ആഹാരം നമ്മൾക്ക് പ്രദാനം ചെയ്യുവാൻ, നമ്മൾക്ക് സൗഖ്യമാണ് വേണ്ടതെങ്കിൽ സൗഖ്യം തരുവാൻ, അങ്ങനെ എല്ലാ വിധത്തിലും നമ്മളെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾക്കുള്ളത്. ഓർക്കുക, ഇന്നത്തെ പ്രോസ്പെരിറ്റി സുവിശേഷകരെ പോലെ നമ്മൾക്ക് ആർഭാടത്തിന് വേണ്ടുന്നതെല്ലാം തരുമെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം അന്നേക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരും. അതുതന്നെയാണ് യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ പറയുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം മഹത്വം എടുക്കണം. പിന്നെ എന്താ? ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അന്നന്ന് വേണ്ടുന്നത്